രാജേന്ദ്രേട്ട, ഇപ്പോൾ MA ബേബി ജനറൽ സെക്രട്ടറി ആയി വരുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഏറ്റവും പരിചയമുള്ള ഒരാൾ കൂടിയാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് വിലയിരുത്തണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ എമ്പുരാൻ സിനിമ റിലീസാകുന്നതിന് മുൻപ് പൃഥ്വിരാജ് ഒരു നാഷണൽ മീഡിയയ്ക്ക് നൽകിയൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്. ആ സിനിമയുടെ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ദുബായിൽ പോയി. പക്ഷേ അവിടെ ചില സാങ്കേതിക കാരണങ്ങൾ അനുമതി കിട്ടിയില്ല. അപ്പോൾ അവർ റഷ്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ വേഗത്തിൽ വിസ വേണം, മറ്റു കാര്യങ്ങൾ ശരിയാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ക്രൂവിനെ അതിന് സഹായിച്ചത് MA ബേബിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ഫോൺ കോളിൽ ഞങ്ങൾക്ക് റഷ്യൻ വിസ കിട്ടുന്നു, വളരെ വേഗത്തിൽ കിട്ടുന്നു, മറ്റു കാര്യങ്ങളൊക്കെ. പിന്നീട് ഞാനിപ്പോൾ കുറച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് പാർട്ടിയിൽ വിദേശ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട മേഖലയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം, സാംസ്കാരിക കായിക മേഖലകളിലൊക്കെ ഒരു അറിവ്, സാന്നിധ്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് MA ബേബി എന്ന പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയെ നമ്മൾ എങ്ങനെ വിലയിരുത്താം? അത് നേരത്തെ പറഞ്ഞ പോലെ രാജ്കുമാർ പറഞ്ഞല്ലോ, ഈ പാർട്ടി ഏറ്റവും കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഈ ലോകത്തൊരിടത്ത് ഒരു കാലത്തും വളരെ സുരക്ഷിതമായ സമയം എന്നൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ നമ്മൾ നോക്കുക, കേരളത്തിൽ അധികാരത്തിലാണ്, പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ മകളെയാണ് വേട്ടയാടുന്നത്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലും പിന്നെ ഇത് ഒരു ഇടതുപക്ഷത്തിന് ഏതാണ്ട് ഒരു 60 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ. പക്ഷേ ആ ആണവകരാറിൽ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞു പിന്തുണ പിൻവലിച്ച ഘട്ടത്തിൽ SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ പ്രതി ചേർത്തുകൊണ്ടാണ് അവർ ആ പക തീർത്തത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു കാലത്തും ലോകത്ത് ഒരു സ്ഥലത്തും സുരക്ഷിതമായൊരു സമയം നമുക്ക് റിലാക്സ് ചെയ്യാൻ അങ്ങനെ ഒന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എക്കാലവും അധികാരത്തിലാണെങ്കിൽ അത് പോരാട്ടത്തിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, അത് MA ബേബി തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് തനിച്ചല്ല, അത് കൂട്ടായ നേതൃത്വമാണ്. അപ്പോൾ MA ബേബിയുടെ ഈ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, അതെല്ലാം ഗുണകരമാവും. അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പോരാട്ട വീതിയിൽ കടഞ്ഞെടുത്ത നേതൃത്വമാണ് പാർട്ടിക്ക് എക്കാലവും ഉണ്ടായിട്ടുള്ളത്. രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരിക്കലും സുഗമമായ യാത്രയായിരിക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റേത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. വരും കാലവും വെല്ലുവിളികൾ തന്നെ നിറഞ്ഞതാണ്. പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ള സംഘടനാ ബലം, കരുത്ത് പാർട്ടിക്കുണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. അത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടിലേക്ക് കൂടി അത് പരിവർത്തിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളിയൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി അതിൻ്റെ ഒരു വലിയൊരു നല്ലൊരു കാലത്തിലേക്ക് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ബാക്കിയാകുന്നത് ആ പ്രതീക്ഷകളും ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശങ്ങളും തന്നെയാണ്. ഇതാണ് ഞങ്ങൾക്ക് മധുരയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്.